എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോന്നിയിലുള്ള ആലുവാങ്കുടി ക്ഷേത്രത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര. കാടിനുള്ളിലെ ഒരു പുരാതനമായൊരു ക്ഷേത്രമാണ്. ഒരുപാട് നാളായിട്ട് കാട്ടിൽ മറഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രമാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും പോകാനുള്ള സൗകര്യമുണ്ട്. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ആണ് നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ടുള്ള പ്രവേശനം. ഇന്ന് ഞാനും മോനും കൂടെ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോകും. തിരുവല്ല. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ വിനോദ്. വിനോദ്. എല്ലാവർക്കും കാപ്പി ഉണ്ടോ രാവിലെ? എല്ലാവർക്കും രാവിലെ അമ്പലത്തിൽ പോകുന്ന എല്ലാവർക്കും കാപ്പി കൊടുക്കുന്ന ചേട്ടനെയാണ് കണ്ടത്. കണ്ടോ, നല്ല ചുക്ക് കാപ്പി, ഇഞ്ചിയൊക്കെ ഇടുന്നു, നല്ല അടിപൊളി. നമ്മൾ ഈ പറയുന്ന ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ആൾതാമസമുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോറസ്റ്റിനകത്തോളാണ് സത്യത്തിൽ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വടശ്ശേരിക്കര റേഞ്ചിൽ ഉൾപ്പെടുന്ന വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴ എത്തിയാൽ നേരെ തണ്ണിത്തോട് വഴിയാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അതിരാവിലെ 5 മണി മുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുടുംബസമേതം പോകാനിരുന്ന ഞങ്ങൾ കാറുകൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞതിനാലാണ് ഈ യാത്ര ബൈക്കിൽ ആക്കിയത്. ഇത് നമ്മൾ ഫോറസ്റ്റിനകത്തോടുള്ള റോഡാണ് കേട്ടോ. അല്പം ഓഫ് റോഡിങ് ആണ്. നമ്മൾ വിചാരിച്ച പോലെ അത്ര കഠിനമൊന്നുമല്ല. സത്യത്തിൽ ഈ യാത്രയിൽ എല്ലാ ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു യാത്രയുള്ളത് കൊണ്ടാണ്. നമ്മുടെ ശബരിമല ക്ഷേത്രം പോലെ അതാ ഒരു കാനന ക്ഷേത്രമാകുന്നതിൻ്റെ ഒരു പ്രത്യേകത ആണ് സത്യത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. മഴ സമയത്തൊക്കെയാണ് നമ്മൾ ഈ വഴി വരുന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കാരണം ഓഫ് റോഡ് വണ്ടി മാത്രമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതിനെ വെല്ലുന്ന ഒരു വണ്ടി ഇതേ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഏത് വണ്ടി കയറും കേട്ടോ. കണ്ട പോകുന്ന കളറൊക്കെ കണ്ട നമ്മളൊക്കെ ജിമ്മിയാണ് പോകുന്നത്. നമ്മുടെ ടാറ്റയുടെ ഒരു കുഞ്ഞ സാധനം കയറി പോകുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കയറി പോകും. നല്ല ചൂട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ആനപ്പിണ്ടങ്ങൾ കണ്ടോ, നല്ല മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നത് കണ്ടോ. അതെ അതെ. നമ്മളിവിടെ പലരോടും ചോദിക്കുമ്പം പറയും, നിങ്ങൾ വരുന്ന വണ്ടിയൊക്കെ അവിടെ തേക്കുംതോടോ തണ്ണിത്തോടോ ഒക്കെ ഇട്ട ശേഷം അവിടെ ജീപ്പ് കിട്ടും, ജീപ്പേ കയറി വരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വന്നപ്പോഴാണ് ഈ ലോകത്തുള്ള എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. കുത്തനെ ഇറക്കുവാണ് കണ്ടോ.
ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി. കേട്ടോ, അനൗൺസ്മെൻറ്റ് കേട്ടോ. അനാവശ്യമായി പ്രവേശിക്കുവാനോ അവിടെ തീ കത്തിക്കുവാനോ തീ പടരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പൊതുവന്നാമതയിൽ അഭ്യർത്ഥിക്കുന്നു. 4x4 വണ്ടി മാത്രം കയറി വരുമെന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ തൊട്ട് മുറ്റത്ത് കിടന്ന വണ്ടി കേട്ടോ. ഒരു വണ്ടിയും ചെറുതായിട്ട് അടുത്തത് നമ്മുടെ ഓട്ടോ. ദേ കിടക്കുന്ന അടുത്ത ഒരു ഓഫ് റോഡ് വണ്ടി. ആ മുകളിൽ കാണുന്നതാണ് ക്ഷേത്രം. നമ്മൾ വണ്ടി വെച്ച ശേഷം ഈ ഉത്സവ പറമ്പിലൂടെ നടന്ന് പതുക്കെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വിത്തുകളല്ലേ? ഇന്നത്തെ ഒറ്റ ദിവസത്തെ കച്ചവടത്തിന് വേണ്ടി അല്ലേ? ഉത്സവം. അതെ അതെ, സത്യം സത്യം സത്യം. ആടാ, ഓറഞ്ച്, മുന്തിരി. സത്യത്തിൽ ഓരോ വർഷം കഴിയുന്തോറും ഉത്സവം കൂടുതൽ കൂടുതൽ ഗംഭീരമായി തന്നെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കൽച്ചട 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 ഇത് മലവാഴപ്പഴം, മലവാഴപ്പഴം, കല്ലുവാഴപ്പഴം, കീഴാനെല്ലിയ ആയി കിടക്കുന്നത്. കീഴാനെല്ലിയ, ഇത് ചെറുള. ഓക്കെ, എല്ലാ മരുന്നുകളും ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് കാഴ്ച. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ. കണ്ടോ, ഇതൊരു കിണർ പോലുണ്ട്. ഇവിടെ നിന്നാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ എടുക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ക്ഷേത്രം. പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല. കുറേ കല്ലുകൾ മാത്രമേ സത്യത്തിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടിൽ ഈ നായാട്ടിന് പോയ ആരോ സത്യത്തിൽ ഈ അമ്പലത്തിൻ്റെ അവശിഷ്ടം കാണുന്നത്. പിന്നെയാണ് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ക്ഷേത്രമൊക്കെ ഇവിടെ പണിയുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇതിന് ചുറ്റുപാടുള്ള ആളുകൾ മാത്രമായിരുന്നു സത്യത്തിൽ ഇവിടെ പൂജയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ആയി ഇത് കൂടുതൽ ആളുകൾ അറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ആൾത്തിരക്കൊക്കെ ഇവിടെ ആയി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാടിനകത്തോടുള്ള യാത്രയൊക്കെ കൂടെ ആകുമ്പോൾ തന്നെ വരുന്നവർക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള പൂജകളും ആചാരങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് സാധാരണ അമ്പലത്തിലെ പോലെയുള്ള വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. കൂടാതെ ഈ മല ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ കാനനവാസികളായ ഊരാളികളുടെ നേതൃത്വത്തിൽ ഈ താമ്പോല സമർപ്പണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട്. അതായത് ഒരു വെറ്റയ്ക്കകത്ത് അടയ്ക്ക, പുകയില, മദ്യം എന്നിവ മലദൈവങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നൽകുന്ന ഒരു ആചാരവും ഈ ക്ഷേത്രത്തിലുണ്ട്. അതാണ് ഇവിടെ ഈ നടക്കുന്നത്. നമ്മൾ ഈ ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പായസം കിട്ടും. ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ അവരുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഉണ്ടാക്കുന്ന പായസമാണ്. ഇതെല്ലാം അങ്ങനെ വന്ന് ചെയ്യുന്ന ആളുകളാണ് ഈ കാണുന്നതെല്ലാം. കണ്ടോ, സാധാരണ എല്ലാ മലയാള മാസം 1-ാം തീയതിയിലും ശിവരാത്രിയിലുമാണ് പുറത്തു നിന്നുള്ള ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രമായതിനാലും ഇവിടുത്തെ ആചാരങ്ങളെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കുമ്പോഴും വനത്തിനും അതിലുള്ള വന്യമൃഗങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് തിരിക്കുന്നു. ഈ കാട്ടിലൂടെയുള്ളൊരു യാത്ര, കാര്യം അത് നമ്മളുടെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ ആ ഒരു ആൾക്കൂട്ടവും എല്ലാം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് താല്പര്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ ചോദിക്കുക. എന്നെക്കൊണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ഞാൻ ചെയ്യാം. പിന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ കൂടുതലും കോന്നി അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ താമസിച്ചിട്ട് വളരെ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതായിരിക്കും നല്ലത്. നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ, ജീപ്പ് പോലുള്ള വണ്ടികൾ ഇവിടെ കടന്നു വരികയുള്ളൂ എന്നാണ് പലപ്പോഴും പലരും പറയുന്നത്. അത് പലപ്പോഴും കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മഴക്കാലത്തൊക്കെ കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ എന്താ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികളുടെയൊക്കെ അടിവശം ഇടിയും. എങ്കിൽ പോലും ഈ വേനൽക്കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റോഡ്, പണ്ട് കാലത്തൊക്കെ ഈ വഴി വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. കാര്യം ഈ വഴികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇത്രയൊന്നും സ്മൂത്ത് ആയിരുന്നില്ല. മൊത്തം എന്താ പറയുക, ഇളകി പറഞ്ഞ് കല്ലുമായിട്ട് കിടക്കുന്ന ഒരു വഴിയായിരുന്നു. ഞങ്ങളൊരു 5-6 വർഷം മുമ്പ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ റോഡ് തുടങ്ങുന്ന കുറേ ഏരിയകളിൽ, അതായത് നല്ല കയറ്റമൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കോൺക്രീറ്റ് റോഡ് തന്നെ ഇപ്പോൾ ഉണ്ട്. പിന്നെ കാട്ടിലെ പാതകൾ അത് ഇപ്പോഴും എന്താ പറയുന്ന മൺപാതകൾ തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് വണ്ടിയിൽ കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.